ടോട്ടോച്ചൻ്റെ രസകരമായ കഥ കൂട്ടുകാരെല്ലാവരും കേൾക്കുമല്ലോ. ടോട്ടോച്ചൻ്റെ അടുത്ത ഭാഗം തുടരുന്നു. അവർക്ക് വേണ്ടത് നഷ്ടമായി വിശദീകരിച്ച് മനസ്സിലാക്കി കൊടുക്കും. തുടർന്ന് സ്വയം ചെയ്ത് ശീലിക്കാനുള്ള അഭ്യാസങ്ങളും പാഠങ്ങളും ഓരോരുത്തർക്കും പ്രത്യേകം നൽകുകയും ചെയ്യും. പഠനമെന്ന വാക്കിനെ അന്വർത്ഥമാക്കുന്ന ഒരു ശൈലിയായിരുന്നു അത്. അവിടെ അധ്യാപകന്റെ നീണ്ട പ്രസംഗമോ തലനാരിഴ കീറുന്ന വിശദീകരണങ്ങളോ ഇല്ല. അശ്രദ്ധനായി അങ്ങുമിങ്ങും നോക്കിയിരിക്കുന്ന വിദ്യാർത്ഥിയില്ല. ഒന്നാം തരത്തിലെ കുട്ടികൾ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി പഠിക്കത്തക്ക നില കൈവരിച്ചിരുന്നില്ല. എങ്കിൽ കൂടി തങ്ങൾക്കിഷ്ടമുള്ള വിഷയം ആദ്യം തെരഞ്ഞെടുക്കാൻ അവർക്കും അനുവാദമുണ്ടായിരുന്നു. ടോട്ടോച്ചൻ ചുറ്റുപാടും കണ്ണോടിച്ചു. ചിലർ അക്ഷരങ്ങൾ എഴുതി പഠിക്കുന്നു, ചിലർ ചിത്രരചനയിലും മറ്റും, ചിലർ പുസ്തക വായനയിലുമാണ്. യോഗാഭ്യാസം ചെയ്യുന്നവർക്ക് പോലുമുണ്ട് കൂട്ടത്തിൽ. ടോട്ടോച്ചന്റെ തൊട്ടടുത്തിരിക്കുന്ന പെൺകുട്ടി അക്ഷരങ്ങളൊക്കെ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. അവൾ അവയൊക്കെയും നോട്ട്ബുക്കിലേക്ക് പകർത്തുകയായിരുന്നു. ഈ സമ്പ്രദായങ്ങളൊന്നും കൊച്ചു ടോട്ടോ കണ്ടിട്ടും കേട്ടിട്ടുമില്ല. താൻ ചെയ്യേണ്ടത് എന്തായിരിക്കുമോ ആവോ? ലേശം പരിഭ്രമത്തോടെ അവൾ ചിന്തിച്ചു. അപ്പോഴേക്കും ടീച്ചറെ കണ്ട് സംശയനിവൃത്തി വരുത്താനായിരിക്കണം അവളുടെ പിന്നിലിരുന്ന ഒരാൺകുട്ടി തൻ്റെ നോട്ട്ബുക്കുമായി ബ്ലാക്ക് ബോർഡിൻ്റെ അടുത്തേക്ക് നടന്നു. ബോർഡിന് സമീപമുള്ള ഒരു ഡെസ്കിലിരുന്നു ടീച്ചർ മറ്റൊരു കുട്ടിക്ക് എന്തോ വിശദീകരിച്ചു കൊടുക്കുകയായിരുന്നു. നാലുപാടുമുള്ള നിരീക്ഷണം നിർത്തി കീഴ്ത്താടിയിൽ ഉള്ളംകൈകൾ ഉറപ്പിച്ചു ടോട്ടോച്ചൻ അവൻ്റെ നടപ്പ് ശ്രദ്ധിച്ചു. ഏന്തിയാണ് നീങ്ങുന്നത്. ശരീരം വല്ലാതെ ആടിയുലയുന്നുണ്ട്. മനഃപൂർവ്വമായിരിക്കും അവൻ അങ്ങനെ നടക്കുന്നതാണ് കൊച്ചു ടോട്ടോയ്ക്ക് ആദ്യം തോന്നിയത്. പക്ഷെ പെട്ടെന്നു തന്നെ അവൾക്ക് മനസ്സിലായി അത് അവൻ്റെ കുറ്റമല്ല. അവൻ തൻ്റെ ഇരിപ്പിടത്തിലേക്ക് മടങ്ങുമ്പോഴും ടോട്ടോച്ചൻ്റെ ശ്രദ്ധ ആ വിചിത്രമായ ശരീരത്തിൽ തന്നെയായിരുന്നു. അവരുടെ കണ്ണുകൾ തമ്മിലടഞ്ഞു. അവൻ ചിരിച്ചു. കൊച്ചു ടോട്ടോയും തിടുക്കപ്പെട്ടു തിരികെ ചിരിച്ചു. തൻ്റെ പിൻനിരയിലെ കസാരയിൽ ഇരിപ്പുറപ്പിക്കാൻ അവൻ പതിവിലധികം സമയമെടുക്കുന്നതായി അവൾക്ക് തോന്നി. അവൻ ആയാസപ്പെട്ട് ഇരുന്നു കഴിഞ്ഞതും അവൾ പിന്നിലേക്ക് മുഖം തിരിച്ചു ചോദിച്ചു, കുട്ടി എന്താ ഇങ്ങനെ നടക്കണേ? ഉത്കണ്ഠ സ്വരൂപിക്കുന്ന സൗമ്യമായ ശബ്ദത്തിൽ അവൻ പറഞ്ഞു, നിക്ക് പോളിയോ വന്നതോണ്ടാ. പോളിയോന്ന് വെച്ചാൽ? ആ വാക്ക് അന്നവൾ ആദ്യമായി കേൾക്കുകയായിരുന്നു. ഉവ്വ്, പോളിയോ. സ്വരം താഴ്ത്തി അവൻ പറഞ്ഞു. കാലില് മാത്രമല്ല കയ്യിലും ഉണ്ട്. നോക്കിയാട്ടെ. അവൻ കൈകൾ നീട്ടിക്കാണിച്ചു. കൊച്ചു ടോട്ടോ അത് വ്യക്തമായി കണ്ടു.